ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ക്രീമി മലായി ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിനെ ഉപ്പും കുരുമുളക് പൊടിയും മാത്രം തേച്ച് ഒരു 10-15 മിനിറ്റ് അതിന് മാരിനേഷൻ ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ കുക്കറിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൽ കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളകും ഗ്രാമ്പും പട്ടയില്ല ഏലയ്ക്കും ഒരു കഷ്ണം ജാതിപത്രി ഇല്ലേ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്ര ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതൊന്ന് പൊട്ടി നല്ല സ്മെല്ല് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സബോള അരിഞ്ഞതും അതേപോലെ ഒരു പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തതായിട്ട് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണേ. അപ്പോൾ എരിവ് നല്ലപോലെ എരിവ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 3 കഷ്ണം പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ ചിക്കനിൽ കുരുമുളക് പൊടിയും കുറച്ച് കൂട്ടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഞാൻ ഓവർ സ്പൈസി ആയിട്ടില്ല, ലൈറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എരിവ്. പിന്നെ കുറച്ച് കാഷ്നട്ട് നമ്മൾ കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്താൻ വെച്ചാൽ പെട്ടെന്ന് ഔട്ടായി. ഇപ്പോൾ ഞാൻ കുറച്ച് നേരമായി പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കുതിർത്താൻ വെച്ചേക്കുന്നത്. ഞാൻ ഒന്ന് നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കണേ. അങ്ങനെ സബോള ഈ ഒരു പരിവാകുമ്പോൾ കാഷ്നട്ട് അരച്ച് പേസ്റ്റ് ആക്കിയത് മൊത്തത്തിൽ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീനൊന്ന് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ഇത് ഇളക്കുമ്പോഴേക്കും എന്താ പറയുക, ആ ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ വീഡിയോ ആയിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുത്. അതേപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ലൈക്കെങ്കിലും തരണേ. ഇനി നമുക്ക് ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലിയ പീസുകളാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5-6 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഒറ്റ കയ്യിൽ ഫോണ് പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാട്ടോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടാകുന്നല്ലോ നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡ് കേടായിരുന്നു. അപ്പോൾ ഇതുവരെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാട്ടോ. പിന്നെ നമ്മൾ കാഷ്യൂ പേസ്റ്റ് ഉണ്ടാക്കിയില്ലേ, അതിൽ മിക്സിയുടെ ജാറൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി ചെയ്താട്ടോ ഇളക്കിയെടുത്തതാണ്. ആ വെള്ളമാണ് നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിനൊന്നൊരു കുറച്ച് നേരം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ അധികം കുക്കായി വരൊന്നും വേണ്ട. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഈ ഒരു കളറൊക്കെ അതിൻ്റെ ലൈറ്റായിട്ടൊന്ന് മാറാൻ തുടങ്ങില്ലേ, ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് കുറച്ചും കൂടി നമ്മൾ ചിക്കൻ വേവാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് നമുക്ക് ഇതിനെ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇട്ടതിന് ശേഷം തീ ഒന്ന് കൂട്ടി വെച്ച് ഒരൊറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി ആവും കേട്ടോ. അങ്ങനെ ഞാനിതിനെ ഒരു വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ കുക്കറിൻ്റെ മൂടിയൊക്കെ തുറന്നതിന് ശേഷം ഇതിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡായിട്ട് ഞാനിപ്പോൾ ബൺ പൊറോട്ട ഇല്ലേ, നമ്മുടെ കോയിൻ പൊറോട്ട, അതാട്ടോ ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെയൊന്നും അത്രയ്ക്കും മാച്ചായിട്ട് പോവില്ല കേട്ടോ. വെള്ളയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെയാണ് നല്ല കോമ്പിനേഷനായിട്ട് പോവുക. അതേപോലെ നാണ് അങ്ങനെ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നും കൂടി ആ ഗ്രേവീനൊന്ന് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ഫ്രഷ് ക്രീം ഇല്ലേ, അതാട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഫ്രഷ് ക്രീം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉള്ളവർ ചേർത്ത് കൊടുക്കുക, ഇല്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. കണ്ട നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. കാഷ്യൂ പേസ്റ്റൊക്കെ ചേർത്ത കാരണം നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഫൈനലി നമ്മൾ കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മലായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വൈകുന്നേരത്തെ ഡിന്നറാട്ടോ ഇന്നത്തെ സ്പെഷ്യല്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എരിവ് കുറവായ കാരണം എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാമേ. അങ്ങനെ ഒരു പൊറോട്ട നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലേക്ക് നമ്മുടെ കറി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്, പൊറോട്ടയും ചൂടാണ്, നമ്മുടെ കറിയും ചൂടാട്ടോ.
ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ഉള്ളൊക്കെ വെന്ത് എന്നാലും ഉടഞ്ഞു പോവാത്ത പരുവത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, നല്ല ക്രീമി ഡെലീഷ്യസ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ കേട്ടോ. ഈ ഗ്രേവി തന്നെ കഴിക്കാൻ എന്തു ടേസ്റ്റാണെന്നറിയോ. നല്ല ചൂടാണ്. ചിക്കൻ എത്രത്തോളം കുക്കായിട്ടെന്ന് കാണിക്കാനായിട്ടാണ് നോക്കിയത്. ഇനിതാ നമ്മുടെ ഫുഡുക്കുമായിട്ടാണ് കഴിച്ചു നോക്കുന്നത്. ചിക്കനാടത് എരിവിട്ടടാ, ചൂട് എങ്ങനെയുണ്ട്? അയാൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കണ്ട കേട്ടാ. ശരിക്കും എങ്ങനെയുണ്ടെന്ന് പറയും. പിന്നെ നമ്മുടെ പൊറോട്ടയും നല്ല സൂപ്പറായി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ബൺ പൊറോട്ടേൻ്റെ റെസിപ്പി ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഇടാട്ടോ. കണ്ട, ശരിക്കും എളുപ്പമാട്ടോ. നമ്മുടെ സാധാ പൊറോട്ടേനേക്കാളും എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത് ബൺ പൊറോട്ട ഉണ്ടാക്കാനാട്ടോ. രണ്ടിൻ്റെയും മെത്തേഡൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും ഇത് അധികം പരത്തൊന്നും വേണ്ടല്ലോ. ഇനിയിപ്പോൾ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞാനും ഫൈനലി കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടൊക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.